ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? നമുക്ക് വൈനില്ലാതെ എന്ത് ക്രിസ്മസാല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു വൈനാണ്. അതായത് 3 ദിവസം കൊണ്ട് നമുക്ക് വൈൻ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ കളറ് നല്ല എന്താ പറയുക, നല്ല കളർ കിട്ടിയിട്ടില്ലേ? അപ്പോൾ അതിന് നമുക്കൊരു വൈൻ മുന്തിരി നമ്മൾ ഒന്ന് ചോദിച്ച് വാങ്ങണം. അപ്പോൾ ഇതുപോലെയുള്ള കളർ കിട്ടും. അഡീഷണലായിട്ട് നമ്മൾ ബീട്രൂട്ടോ അങ്ങനെ ഒന്നും ചേർക്കണ്ട, ഇതേ കളർ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മുന്തിരി വൈന് നമുക്ക് ആദ്യം വേണ്ടത് നല്ല വൈൻ മുന്തിരിയാണ്. വൈൻ മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്ന അതേ ടൈപ്പിലുള്ള മുന്തിരി. അപ്പോൾ ഇത് ഞാനിതിപ്പോൾ നല്ല രീതിയിൽ പച്ചവെള്ളത്തിൽ കഴുകി, അതുകൂടാതെ 20 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ നല്ലപോലെ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അറുത്തെടുക്കാം. ഇതിൽ നമ്മൾ ഈ ചീഞ്ഞ് മോശമായതൊന്നും നമ്മൾ എടുക്കരുത്. ഇതുപോലെ മോശമായതൊക്കെ കളയണം. പച്ച കളറുള്ള മുന്തിരി അങ്ങ് കളഞ്ഞേക്കുക. അത് കുറേ നല്ലൊരു പുളിപ്പായിരിക്കും. നല്ല മുന്തിരി മാത്രം നോക്കി അറുത്തിടുക. അപ്പോൾ നമ്മൾ കഴുകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കഴുകുമ്പോൾ ഇത് അറുത്തിടരുത്. മുന്തിരി കൊലയിൽ നിന്ന് അറുത്തിട്ടിട്ട് നമ്മൾ ഒരിക്കലും ഉപ്പുവെള്ളത്തിൽ ഇടരുത്. ഇതുപോലെ കൊലയായിട്ട് തന്നെ ഉപ്പുവെള്ളത്തിലിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. അറുത്ത് മാറ്റിയതിന് ശേഷം നല്ലൊരു തോർത്തിൽ, നമ്മളെ നനവൊന്നുമില്ലാത്ത നല്ലൊരു തോർത്തിൽ വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം. ഒരു കാരണവശാലും മുന്തിരിയിൽ വെള്ളം പാടില്ല. അപ്പോൾ ഇത് നല്ല പോലെ ഇതുപോലെ അങ്ങ് ഒപ്പിയെടുത്ത് മാറ്റി വയ്ക്കും. പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി ഇട്ട് കൊടുക്കുവാണ്. 1 കിലോ മുന്തിരിയാണ്. അതിലേക്ക് 1.5 ലിറ്റർ വെള്ളം. വെള്ളം എന്ന് വെച്ചാൽ പച്ച വെള്ളമല്ല, ഞാൻ നേരത്തെ തിളപ്പിച്ച് തണിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ്. പഞ്ചസാര 1 കിലോ മുന്തിരിക്ക് 3/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കിലോ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഒരു 4-5 എണ്ണം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പട്ടയാണ്. പട്ട 2. അതുകൂടാതെ നമുക്ക് ചേർക്കേണ്ടത് ഏലക്കായാണ്. ഏലക്കായ ഞാനിതിൻ്റെ തോല് കളഞ്ഞിട്ടാണ് ഇടുന്നത്. ഏലക്കായ ഒരു 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 15 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് തവി നല്ല കഴുകി വൃത്തിയാക്കി, നല്ല ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയ തവിയാണ്. അത് നമ്മൾ ഇനിയിപ്പോൾ ഇതിന് മാത്രം യൂസ് ചെയ്യാം. നമുക്കിനിയിപ്പോൾ 3 ദിവസം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണ്ടേ, അപ്പോൾ ഇളക്കി കൊടുക്കണ്ടേ. അതുകൊണ്ട് ഈ തവി തന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് ഇനി ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. മുന്തിരി ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ മുന്തിരിനെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഒന്നിക്കിൽ നമുക്ക് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്മാഷർ എടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ച് വരുമ്പോൾ ഇതിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് വരും. അപ്പോൾ നമ്മളൊരു തവി കൊണ്ട് നന്നായിട്ട് ഇതിനെ ഇളക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന തവി, അരിക്കുന്ന പാത്രം, നമ്മൾ എടുക്കുന്ന എല്ലാ ഐറ്റംസും, എല്ലാ പാത്രങ്ങളും എല്ലാം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് മാത്രമേ നമ്മൾ വൈൻ ഉണ്ടാക്കാൻ എപ്പോഴും പാത്രങ്ങളായാലും കയ്യിലുകളായാലും എല്ലാം എടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പൂപ്പൽ കെട്ടിപ്പോകും. നമ്മളിത് കെട്ടി വെക്കുന്നതല്ലേ. എന്നിട്ട് നമുക്കിതൊന്ന് തണിയാൻ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ആറിയതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന് കുപ്പിയിലേക്ക് മാറ്റാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഈ കുപ്പി ഭരണിയിലോ സാധാ ഭരണിയിലോ ഇതാക്കി വെക്കാം. പിന്നെ നമുക്ക് ഈ സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് പോലെയുള്ള പാത്രങ്ങളിലൊന്നും ഇതാക്കി വെക്കരുത്. ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ തണിഞ്ഞിട്ടുണ്ട്. നല്ല പോലെ ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ
ചേർത്ത് കൊടുക്കാം. 1/4 മതി കേട്ടോ, വളരെ കുറച്ച് ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി വയ്ക്കുക. ഒരു 8 മിനിറ്റ് സമയം നല്ലോണം ഇളക്കി അങ്ങ് വയ്ക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുന്തിരിയിലേക്ക് ഈസ്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് ചേർക്കാം. അതായത് 1 കിലോ മുന്തിരിക്ക് 1 പിടി ഗോതമ്പ് എന്നുള്ള കണക്കാണ്. ഈ 1 പിടി ഗോതമ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. സാധാരണ ഗോതമ്പ് ചേർക്കുന്നത് നല്ല വീര്യം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് ചേർക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗോതമ്പ് കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ടിങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കുക. നന്നായി ഇതിനെ അടച്ച് വയ്ക്കാം. നമുക്ക് മൂടി കൊണ്ട് മാത്രം അടച്ചാൽ പോരാ, ഒരു തുണി കൊണ്ട്, നമ്മളെ വീട്ടിൽ പഴയ മുണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, കോട്ടൺ തുണികൾ, അതൊന്ന് കീറിയിട്ട് നമുക്ക് ഈ ഭരണിയുടെ ഈ പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് നന്നായി ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുത്ത് ആ മൂടി ഒന്ന് ടൈറ്റായി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ചു. നമുക്ക് കബേർഡിൻ്റെ നല്ല ഇരുളുള്ള കബേർഡിൻ്റെ ഉള്ളിലോ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ ഇരുളുള്ള സ്ഥലത്ത് ഇത് കൊണ്ട് വെക്കണം. അപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു ഡാർക്ക് പ്ലേസ് ഉള്ളത്, എനിക്കൊരു മരത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്, അവിടെ കൊണ്ട് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്കിതൊരു ഡാർക്ക് പ്ലേസിൽ വെക്കണ്ടേ. അപ്പം ഡാർക്ക് പ്ലേസിൽ വെക്കുന്നതിന് ഞാനൊരു പെട്ടിയിലാണ് ഇത് വെക്കുന്നത്. പെട്ടിയിൽ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാമത്തെ ദിവസം എടുത്ത് നമുക്ക് ഈ തവി കൊണ്ട് തന്നെ നമുക്കൊന്നിത് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സമയം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ രാവിലെ 10 മണിക്കാണ് വെച്ചതെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് തന്നെ എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം അതുപോലെ തന്നെ ചെയ്യാം. മൂന്നാമത്തെ ദിവസം നമുക്കിതെടുത്ത് ഒന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് അരിക്കാം. ഈ ബൗൾ ഏതാണ്ടൊന്ന് അറിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബൗളിലെടുത്ത് ഇതുപോലെ തന്നെ അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല എല്ലാ സത്ത് നീരും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തവി കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ നീരും എടുക്കുക. ഇനി നമുക്ക് ഒരു തുണി കൊണ്ട്, കോട്ടൺ തുണി കൊണ്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആക്കിയ കുപ്പിയിൽ തന്നെ ഈ തുണി അങ്ങ് ഇട്ട് കൊടുത്ത് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ തന്നെ ഇതിലൊഴിച്ച് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ വൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.